ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഉത്സവിൻ്റെ റാലി ഡേ ആണ്. അതായത് ഉത്സവിൻ്റെ അന്ന് റാലി ഡേയിലാണ് നമ്മൾ എത്നിക് ഡ്രസ്സ് ഇട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ രാവിലെ പോകാൻ വേണ്ടി റെഡിയായി. അപ്പോൾ ഞാൻ ഈ ഡ്രസ്സല്ല ഇടുന്നത്, പോകാൻ വേണ്ടി മാത്രം ഇടുന്നു. അവിടെ ചെന്ന് ഞാൻ ഡ്രസ്സ് മാറും. അങ്ങനെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു, ട്രെയിനൊക്കെ കയറി പോവാണ്. നമുക്ക് 17-നും 18-നുമാണ് നമുക്ക് എത്നിക് ഡേ വരുന്നത്. അതിൽ 18-നാണ് റാലി, മഹാബലി കോമ്പറ്റീഷൻ, അങ്ങനെ കുറച്ച് കോമ്പറ്റീഷൻസൊക്കെ ഉള്ളത്. അങ്ങനെ ഞാൻ ഓഫീസിലെത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ തന്നെ എല്ലാവരും റെഡി ആയിട്ടൊക്കെ നിൽപ്പുണ്ടായിരുന്നു. നല്ല സാരിയൊക്കെ ഉടുത്ത്, മുണ്ടൊക്കെ ഉടുത്ത്. അങ്ങനെ ഇവിടുത്തെ മെയിൻ ഓണം സെലിബ്രേഷൻ, അതായത് ഇന്ന് റാലിയുണ്ട്, മാവേലി കോമ്പറ്റീഷനുണ്ട്, അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. ഇന്ന് എത്നിക് ഡേ ആണ്. എല്ലാവരും എത്നിക് ഡ്രസ്സ് ഇട്ടിട്ട് വരണം. അപ്പം ഞാനിപ്പോൾ ഇതാണ് ഇട്ടിരിക്കുന്നത്, എനിക്ക് പോയിട്ട് ചേഞ്ച് ചെയ്യണം. അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സും എത്തിയിട്ടുണ്ട്. ഞങ്ങൾ താഴെ ചെന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ റാലി നടക്കുന്നിടത്തോട്ട് പോവാണ്. അപ്പോൾ ശരിക്കും 4 ടീമാണുള്ളത്. അപ്പോൾ ഈ 4 ടീമും അവരുടെ മെമ്പേഴ്സിനെ ആയിട്ട് വരും. അവരുടെ കയ്യിൽ കുറേ പ്രോപ്പർട്ടീസ് കാണും. ഇതെല്ലാം അവർ തന്നെ ഉണ്ടാക്കുന്ന കേട്ടോ. ഓരോ ടീമുമാണ് ഓരോ പ്രോപ്പർട്ടീസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് ടീമിൻ്റെ ഇതാണ്, റാലിയാണ്. അപ്പം ഈ ഹെഡ് കൗണ്ട് അനുസരിച്ചാണ് പ്രൈസ് പോകുന്നത്. പിന്നെ അവർ യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് പ്രൈസ് പോകുന്നത്. അപ്പം ഓരോ റാലിയിലും ഓണം എന്താണെന്നും ഓണത്തിനകത്തുള്ളവരും അത് തന്നെ നമ്മുടെ കേരളത്തിലെ പല പല ജില്ലയിലെ ആൾക്കാരെ റെപ്രസെൻ്റ് ചെയ്തും നമ്മുടെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ റെപ്രസെൻ്റ് ചെയ്തും അങ്ങനെ വിവിധ വേഷങ്ങളും അവരുടെ കൾച്ചറും ഒക്കെ നമ്മൾ ഇതിൽ കാണിക്കും കേട്ടോ. ഓരോരോ ടീംസ് അങ്ങനെ കാണിക്കും. അപ്പം ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് പ്രൈസ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് റാലി കാണുവാണ്. ഞങ്ങൾ ശരിക്കും റാലിയിൽ പോയില്ല, ഭയങ്കര വെയിലായിരുന്നു. അപ്പം നിങ്ങൾക്ക് എൻ്റെ വോയിസ് ശ്രദ്ധിച്ചറിയാം, എനിക്ക് ത്രോട്ട് ഇൻഫെക്ഷനൊക്കെ കിട്ടിയിട്ടുണ്ട്, അതുപോലെ വെയിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് എല്ലാം എൻജോയ് ചെയ്യുമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതിനകത്ത് തെയ്യമുണ്ട്, അങ്ങനെ പല പല കലാരൂപങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. കഥകളിയുണ്ട്, തെയ്യമുണ്ട്, പിന്നെ പുലികളിയുണ്ട്, കളരിപ്പയറ്റുണ്ട്, മാർഗംകളിയുണ്ട്, തിരുവാതിരയുണ്ട്, അങ്ങനെ പല പല ആർട്ട് ഫോംസും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. നിങ്ങൾക്കിത് ശ്രദ്ധിച്ചാൽ അറിയാം. അപ്പം ഇൻഫോസിസിൽ ഓണം എന്താണെന്ന് അറിയാൻ മേലാത്ത ഒരുപാട് നോൺ മലയാളീസ് കാണും. അത് കേരളത്തിന് പുറത്തുള്ള ഒരുപാട് പേര് നമ്മുടെ ഇൻഫിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ട്രിവാൻഡ്രം ഇൻഫിൽ. അപ്പം അവർക്കും ഇത് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ്, എന്താണ് ഓണം, എങ്ങനെയാണ് കേരളത്തിൻ്റെ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്ന എന്താണ് കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ കണ്ടോ, നമുക്ക് വെസ്റ്റ് ബംഗാൾ, പഞ്ചാബ്, അങ്ങനെ പല പല സംസ്ഥാനങ്ങളെ റെപ്രസെൻ്റ് ചെയ്ത അവരുടെ വേഷങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ആനയൊക്കെ ഇത് ഒറിജിനൽ അല്ല കേട്ടോ, ഇത് ഉണ്ടാക്കിയതാണ്. ഇതൊക്കെ ഓരോ പ്രോപ്പർട്ടീസാണ്. അപ്പം അത്രയ്ക്ക് എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ ടീമും ഇതുപോലെ ഓരോ പ്രോപ്പർട്ടീസ് ഉണ്ടാക്കുകയും ഇതുപോലത്തെ ഓരോ മത്സരങ്ങളിൽ പങ്കെടുക്കുകയെല്ലാം ചെയ്യുന്നത്. ശരിക്കും ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഓണപ്പരിപാടിയാണ് ഇൻഫിയിലുള്ളത്. അതുപോലെ എഫേർട്ടാണ് 4 ടീമുകളും തമ്മിൽ. അപ്പോൾ ഇത് സെക്കൻഡ് ടീമാണ് കേട്ടോ. സെക്കൻഡ് ടീമിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. അപ്പം അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ ഓരോ പ്രോപ്പർട്ടീസും അങ്ങനെ ഓരോന്നെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പങ്കെടുത്ത റാലി ഏതാണ്, ഏറ്റവും കൂടുതൽ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്ത ആരൊക്കെയാണ്, പിന്നെ ഏറ്റവും നല്ലതായിട്ട് ഓരോന്ന് പെർഫോം ചെയ്തതും അതെല്ലാം നോക്കിയിട്ടാണ് ജഡ്ജസ് മാർക്കിടുന്നത്. അപ്പോൾ ശരിക്കും തല്ലുമാല ടീമിനാണ് ഫസ്റ്റ് കിട്ടിയത്, സെക്കൻഡ് പ്രകമ്പനത്തിനാണ് സെക്കൻഡ് കിട്ടിയത്. അതുപോലെയാണ് ഓരോ ടീമും ഇടുന്ന എഫേർട്ട്. ഈ പ്രാവശ്യം നമ്മുടെ ഓണത്തിൻ്റെ തീം മൂവീസ് ആയതുകൊണ്ട് ഓരോരുത്തരും ഓരോ മൂവീസിനെ ബേസ് ചെയ്തിട്ടാണ് ഓരോ തീമും കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾക്കിപ്പം കാണുമ്പോൾ അറിയാം, നമ്മുടെ വെള്ളാനകളുടെ നാട് എന്ന മൂവിയിലെ ആ ഒരു ബസ്സും കാര്യങ്ങളും ഒക്കെയാണ് ഇപ്പോൾ ഫ്രണ്ടിൽ അവർ പ്രോപ്പായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനെ ഓരോ ടീമിൻ്റെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ ഫിലിം എലമെൻറ്റ്സ് കാണാൻ പറ്റും. പിന്നെ അവർ തിരഞ്ഞെടുത്തിരിക്കുന്ന ആ പേരുകളും എല്ലാം ഓരോ മൂവീസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. എന്താണെങ്കിലും നല്ല അടിപൊളി പരിപാടിയായിരുന്നു. എല്ലാവരും എൻജോയ് ചെയ്യുന്ന പരിപാടിയാണ് ഇൻഫിയിലെ റാലി ഡേ. അതാണ് എല്ലാവർക്കും ഒരുപോലെ അടിച്ചു പൊളിക്കാൻ പറ്റിയ പരിപാടി. ഗൈസ്, ഇതിൽ ഈ ഓരോരോ രൂപങ്ങൾ കെട്ടിയിരിക്കുന്ന ആൾക്കാരില്ലേ, അതായത് തെയ്യം, കഥകളി, അല്ലെ ഓരോരോ ഇത് മാവേലിയായിട്ടും, ഇതൊന്നും പുറത്തുനിന്ന് വന്ന ആൾക്കാരല്ല. ഇതെല്ലാം ഇൻഫിയിലെ എംപ്ലോയീസ് തന്നെയാണ്. അവർ വെളുപ്പിനെ വന്ന് ഇൻഫിൽ വന്ന് മേക്കപ്പൊക്കെ ചെയ്ത് ഡ്രസ്സൊക്കെ ചെയ്ത് റെഡി ആവുന്നതാണ്. ആരും പുറത്തു നിന്നുള്ളവരല്ല, ഇതെല്ലാം എംപ്ലോയീസ് തന്നെയാണ്. ഇതെല്ലാം അവരിടുന്ന ഒരു എഫേർട്ടാണ് സ്വന്തം ടീമിന് വേണ്ടിയിട്ടുള്ള. എല്ലാ വർഷവും ഇങ്ങനെ തന്നെയാണ്.
ഇതെൻ്റെ ഫ്രണ്ട് ജീനുവാണ്. ഇവളാണ് രാവിലെ എന്നെ ധാവണി എടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്തത് കേട്ടോ. ഇത് ടിയ. സത്യം പറഞ്ഞാൽ ഈ ഓരോ വേഷങ്ങൾ കെട്ടിയിരിക്കുന്ന എംപ്ലോയീസിൻ്റെ കാലിൽ ചെരുപ്പ് പോലുമില്ല. അവർ ഈ ചുട്ട് പൊള്ളുന്ന ചൂടത്തൂടെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ, ബെയർ ഫൂട്ടായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഞങ്ങളവിടെ ഒന്ന് പറയുമായിരുന്നു, എന്ത് കഷ്ടം, അവർക്ക് കാല് പൊള്ളുന്നുണ്ടല്ലോ, എന്ത് ചൂടാ എന്നൊക്കെ ഞങ്ങളവിടെ ഒന്ന് പറയുമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളവിടെ റാലിയെല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഡെസ്കിൽ വന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടി, അതുപോലെ ചൂടായിരുന്നു പുറത്ത്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഡെസ്കിൽ വന്ന് ഫോണൊക്കെ ഒന്ന് ചാർജ് ചെയ്ത് നമ്മൾ വീണ്ടും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി. എൻ്റെ ലുക്ക് ഇഷ്ടമായി ഇല്ലയോ എന്ന് പറയണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി FC1 ചെന്നപ്പോഴത്തേക്കിന് അവിടെ ഫുള്ളായെന്ന് പറഞ്ഞു. ഇന്ന് നമ്മൾ FC2 പൊക്കോളാൻ പറഞ്ഞാൽ ഞങ്ങൾ FC2 വിട്ടു. അവിടെ ചെന്നപ്പം ദേ കണ്ടല്ലോ, ഭയങ്കര തിരക്കായിരുന്നു. ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് ദേ നമുക്ക് ഫുഡ് കിട്ടി. ഞാനും ടീയും കൂടിയാണ് കേട്ടോ ഇരുന്നത്. അപ്പോൾ ദേ 22 കൂട്ടോ 23 കൂട്ടോ കറികളും 3 കൂട്ടം പായസമായിരുന്നു. അടിപൊളി ലഞ്ചായിരുന്നു, സദ്യയായിരുന്നു, കൊള്ളായിരുന്നു, ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ടാണ് ഈ ബോളിയും പായസമൊക്കെ കഴിക്കുന്നത്. കൊള്ളാൻ ഇഷ്ടപ്പെട്ടു, നല്ലതായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇലയൊക്കെ മടക്കി. അപ്പോൾ ഇതാണ് കേട്ടോ ടിയ, എൻ്റെ ഫ്രണ്ടാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് കഴിക്കാതിരുന്നത്. അങ്ങനെ എൻ്റെ ഫുഡെല്ലാം കഴിച്ച് തിരിച്ച് വന്നപ്പോൾ നല്ലവണ്ണം ലേറ്റ് ആയിരുന്നു. അപ്പം എനിക്ക് പോകണമായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ വന്ന് ഡ്രസ്സെല്ലാം മാറി ധാവണിയൊന്നും എടുത്തുകൊണ്ട് ബസ്സും കയറി ഓട്ടോയും പിടിച്ച് ട്രെയിനും കയറി വീട്ടിൽ എത്താൻ പാടാണ്. സോ ഞാൻ ഡ്രസ്സെല്ലാം മാറിയത് ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങുവാണ്. ഞാനൊരു 3 മണിയൊക്കെ ആയപ്പോഴാണ് ഇറങ്ങിയത്. ഒരു സ്പെഷ്യൽ ട്രെയിൻ ഉണ്ടായിരുന്നു 4:15 ട്രിവാൻഡ്രം സെൻട്രലിൽ നിന്ന്, അതിന് പോരാനായിട്ടായിരുന്നു. അത് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ. അവിടെ ചെന്ന് പ്ലാറ്റ്ഫോം കണ്ടുപിടിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. കാരണം അവിടെ പ്ലാറ്റ്ഫോം ഏതാണെന്ന് കൺഫേം ആയിട്ടില്ലായിരുന്നു. സോ ഒത്തിരി കഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ ട്രെയിനിലൊക്കെ കയറി പോരുവാണ്. അപ്പം സാധാരണ ട്രെയിനിൽ കയറിയാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് സമയം പോകാൻ. പക്ഷേ എനിക്കിന്ന് വൈശാഖ് എന്ന് പറയുന്നൊരു അനിയനെ എനിക്ക് കൂട്ട് കിട്ടിയായിരുന്നു. അപ്പം ഞങ്ങൾ വർത്തമാനം എല്ലാം പറഞ്ഞ് ആണ് ഇങ്ങോട്ട് പോകുന്നത്. അവൻ നല്ല കമ്പനിയായിരുന്നു. സോ ഒട്ടും ബോറടിയൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ ഓരോ കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോരുമായിരുന്നു. കോട്ടയം എത്തിയത് അറിഞ്ഞു പോലുമില്ല. കോട്ടയം എത്തിയപ്പോഴത്തേന് സമയം ഒരു 7:15 ഒക്കെ കഴിഞ്ഞായിരുന്നു. ട്രെയിൻ ലേറ്റായിരുന്നു, അരമണിക്കൂർ. അങ്ങനെ 7:15 കഴിഞ്ഞപ്പോഴാണ് വീട്ടിലെത്തിയത്. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ ഒരാൾ എന്നെ നോക്കിയിരിക്കുമായിരുന്നു. എൻ്റെ അടുത്തൊരു സാധനം കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് നോക്കിയിരിക്കുമായിരുന്നു. എന്നെ ചമ്മാനം
ചെണ്ട വേണ്ടേ? അപ്പം ഞാൻ അവനൊരു ചെണ്ടയും മേടിച്ചുകൊണ്ടാണ് പോയത്. കുറേ ദിവസമായി ചെണ്ട വേണമെന്ന് പറയുന്നു. പക്ഷേ പുള്ളിക്ക് അതല്ലായിരുന്നു വേണ്ടിയത്, ന്യൂട്ടല്ലായിരുന്നു. അപ്പോൾ ചെണ്ട കൊടുത്തപ്പോൾ പുള്ളിക്ക് അങ്ങോട്ട് അത്രയ്ക്ക് സന്തോഷമൊന്നും ആയില്ല. അമ്മ എന്തിനാ ചെണ്ട മേടിച്ചേ? ഇതല്ലല്ലോ, ന്യൂട്ടല്ല എന്ന് പറയാൻ അറിയത്തില്ല, കോരി തിന്നുന്ന സാധനമെന്നേ പറയാൻ അറിയത്തുള്ളൂ. അപ്പം അതെന്നാ മേടിക്കാമെന്ന് ചോദിച്ച് ആകെപ്പാടെ വയലൻ്റ് ആയിരുന്നു. അത് കഴിഞ്ഞാണ് ഞാൻ ന്യൂട്ടല്ല കൊടുത്തത്. ആ സന്തോഷമാണ് ഇപ്പം കാണുന്നത്. ഇങ്ങോട്ടാ പൊട്ട് പൊട്ട്